ഇന്ത്യയിലെ അപ്പസ്തോലിക ഒബ്ലെറ്റ്സ് ഗോൾഡൻ ജൂബിലി നിറവിൽ. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എനിക്ക് തോന്നുന്നു സമർപ്പിത നിശ്ചിതാർത്ഥത്തിലുള്ള സമർപ്പിത സമൂഹങ്ങളിലേക്ക് ദൈവവിളി കുറയുമ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾക്ക് സാധ്യത കൂടുകയാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം കമ്മ്യൂണിറ്റി ലൈഫ് അധികം നിങ്ങൾക്ക് ഏതായാലും കമ്മ്യൂണിറ്റി ലൈഫും ഉണ്ട്. കോൺസെക്രേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സിന് നിർബന്ധമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിറ്റി ലൈഫ് അവർ ലോകത്തിലായിരുന്നു കൊണ്ട് ഏത് അവസ്ഥയിൽ ഏത് ശുശ്രൂഷയിലായിരിക്കുന്നു അവിടെ ആയിരുന്നു കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക, വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുക, അതാണല്ലോ അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മുടെ ഈ സഹോദരിമാര് എല്ലാം വ്യത്യസ്ത മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. കുറേ പേര് പഠിപ്പിക്കുന്നുണ്ട്, കുറേ പേര് പ്രസ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. കൗൺസിലിംഗ് മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ഈ അടുത്ത നാളിൽ എൻ്റെയും കൂടെ അഭ്യർത്ഥന പ്രകാരം അവർ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഒരു ഹൗസ് തുടങ്ങിയിട്ടുണ്ട്. അതും നിങ്ങളുടെ കാര്യസ്ഥവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒരു ഭവനമായിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ, ടെക്കികളായിട്ടുള്ള ചെറുപ്പക്കാർ വന്ന് കൂടുന്ന ഒരിടമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കും അതിൻ്റെ സമീപ പ്രദേശങ്ങളുമെല്ലാം. ഞാൻ ഇവരോട് പറഞ്ഞു, ആരെങ്കിലുമൊക്കെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ച് ടെക്നോ പാർക്കിനകത്തൂടെ നമുക്ക് ആരെങ്കിലും കയറ്റിവിടണം, അവിടവും കൂടെ നമുക്കൊന്ന് വിശുദ്ധീകരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഏത് മേഖലകളിൽ ജോലി ചെയ്താലും ആ മേഖലകളെ വിശുദ്ധീകരിക്കുക എന്ന ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കാരണം നമുക്ക് ഒരു പ്രത്യേകമായ ഒരു ഹാബിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹാബിറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും കിട്ടും. ഇവരെല്ലാം സാരിയൊക്കെ ഉടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം സാരി മാറ്റിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊന്നും ഇപ്പോൾ സാരി ഉടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. കല്യാണത്തിനൊക്കെ മാത്രമേ ഒരു സാരി ഉടുക്കാറുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ സാധാരണ വസ്ത്രമൊക്കെ ഉടുത്തുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് വെല്ലുവിളി കൂടുതലാണ്. കാരണം ഒരു ഉടുപ്പിട്ട സിസ്റ്ററിന് കിട്ടുന്ന അത്രയും ഒരു പ്രത്യേകമായ ആദരവോ ഒന്നും അവർക്ക് കിട്ടിയെന്ന് വരികയില്ല. പിന്നെ അവരുടെ ജീവിതത്തിലൂടെ അവരത് ഫലിപ്പിച്ചെടുക്കുകയാണ്, ഞങ്ങൾ കോൺസെക്രേറ്റഡ് ആണെന്ന്. അത് വളരെയേറെ ശ്രമകരമായ ഒരു ദൗത്യമാണ്, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൗത്യമാണ്. അതാണ് നിങ്ങൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുന്നത്. സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്മരണിക അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP പ്രകാശനം ചെയ്തു. തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്, ഡോക്ടർ മാത്യു വെള്ളിയാനിക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 1950ഓടെ ഇറ്റലിയിൽ സ്ഥാപിതമായ അപ്പസ്തോലിക് ഒബ്ലേറ്റ് സമൂഹം 1975ഓടെയാണ് ഭാരതത്തിൽ ആരംഭിക്കുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ സാന്നിധ്യം അറിയിച്ച ഈ സമൂഹം ജീവിക്കുന്ന ശൈലി നല്ല ആത്മീയതയുടേതാണ്. ഇന്നലെ ഞാൻ പലയിൽ കദളിക്കാട്ടിൽ മത്തായിച്ചൻ്റെ ശ്രാദ്ധ കുർബാനയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ കല്ലറങ്ങാട്ട് പിതാവ് സമാപന പ്രാർത്ഥനകൾക്ക് വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, നാളെ സ്പിരിച്വാലിറ്റി സെൻറ്ററിൽ പോകുന്നുണ്ട്. വളരെ പെട്ടെന്നുള്ള അവരെത്ര നല്ല സിസ്റ്റേഴ്സാണ് എന്ന് പിതാവ് ഒരു കമൻറ്റ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. പിതാവിൻ്റെ ആ കമൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മനസ്സിൽ, പിതാവിനെ സമയത്തുള്ള സെമിനറിയിൽ ഏറെക്കാലം ഇവിടുത്തെ വിദ്യാർത്ഥിയും പിന്നീട് അധ്യാപകനുമായിരുന്നു. ഞാനും അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥിയായിരുന്നു. ഞങ്ങൾക്ക് സെമിനറി കാലം മുതൽ തന്നെ ഈ സമൂഹത്തെ വളരെ അടുത്തറിയാം. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സമൂഹത്തിൻ്റെ ആത്മീയാചാര്യനായ പ്രിയ ബഹുമാനപ്പെട്ട മാത്യു വെള്ളാനിക്കലച്ചൻ്റെ സാന്നിധ്യമാണ്. അദ്ദേഹം ഞങ്ങളെ ദൈവശാസ്ത്രം പഠിപ്പിച്ചു, പ്രത്യേകിച്ചും ബൈബിള് പഠിപ്പിച്ചു. ആ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ആത്മീയത അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെ ഏറെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു. അതാണ് ഈ സ്പിരിച്വാലിറ്റി സെന്ററിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നത്. നിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും നിന്റെ സഹോദരനാണ് എന്നുള്ള ആ ആപ്തവാക്യം, അതാണ് ഈ സന്യാസ സമൂഹത്തിന് സ്ഥാപകനായ വില്യം ജക്വിൻ്റെ പിതാവ് നൽകിയത്. ലോകത്തിലെല്ലാവരും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അനുദിനം നമ്മൾ എത്രയോ ആളുകളെയാണ്, എത്രയോ സഹോദരങ്ങളെയാണ് പല തരത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും
പല ജീവിത സാഹചര്യങ്ങളിലുമുള്ള എത്രയോ ആളുകളുമായിട്ടാണ് അവരെയൊക്കെ നമ്മൾ കാണുന്നു, നമ്മൾ ബന്ധപ്പെടുന്നു. അവരെയൊക്കെ സഹോദരങ്ങളെ പോലെ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സേവനം അവർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിതാവിടെ പറഞ്ഞതുപോലെ സാധാരണ രീതിയിലുള്ള ക്രൈസ്തവ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹങ്ങളുടേതായിട്ടുള്ള വേഷ രീതികളൊന്നുമില്ലാതെ സമൂഹത്തിൽ മറ്റാരെ പോലെയും നിങ്ങളുടെ ഈ സന്യാസ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു സഹോദരിയെ പുറത്തു വെച്ച് കണ്ടാൽ ഇങ്ങനൊരു സന്യാസ സമൂഹത്തിലെ അംഗമാണ് എന്നൊരു പക്ഷെ പറയാനായിട്ട് കഴിയുകയില്ല. പക്ഷെ വേറിട്ട് നിൽക്കുന്നത് സേവനത്തിന്റെ പാതയിൽ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ചെയ്യാൻ കഴിയുന്ന നന്മ, അത് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ഇത് ആരെയും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ അല്ലല്ലോ, ദൈവസ്നേഹത്തിന്റെ പ്രതിരൂപമായി മനുഷ്യ സ്നേഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇവിടെ വന്ന് ആദ്യമായി ലഭിച്ച ഹൃദ്യമായ ഒരു സ്വീകരണം ഞാൻ ഇന്നും മനസ്സിൻ്റെ അടിത്തട്ടിൽ കുറിച്ചിട്ടിരിക്കുകയാണ്. സമർപ്പിതരായ നമ്മുടെ സഹോദരിമാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അഭിവന്ദ്യ പിതാവും നമ്മളുടെ പ്രിയപ്പെട്ട MP-യും സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവസ്നേഹം നിലനിർത്തുകയും അതിലധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്നതിന് നമ്മൾ തയ്യാറെടുക്കുകയും ചെയ്യുന്നത് ബാഹ്യമായ മറ്റെന്ത് കാര്യമുണ്ടെങ്കിലും 100% മാനസികമായ ഒരു അവസ്ഥയാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്.